അപ്പോൾ പിതൃയജ്ഞമില്ല. പിന്നെ നൃയജ്ഞം എന്ന് പറയുന്നത് സഞ്ചാരികളായ സന്യാസിമാരെ അതിഥികളെ ഇവർക്കൊക്കെ വല്ലതും കൊടുക്കാമെന്ന്. എൻ്റെ ദൈവമേ, നമ്മൾ കുറ്റിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുത്തരും ഇങ്ങോട്ട് വരത്തില്ല, നമ്മുടെ ഗേറ്റും അടച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഭാരതീയ സംസ്കാരത്തിൽ വന്നിരിക്കുന്ന മൂല്യച്യുതിയാണിത്. അതുകൊണ്ട് എന്താ ഉണ്ടാകുന്നത്? അവർ വെള്ളം കുടിച്ചിട്ട് അനുഗ്രഹിക്കുന്നില്ല. ഇവരുടെയൊക്കെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ലോൺ കിട്ടുമോ, അല്ലെങ്കിൽ ധാന്യമില്ല, ധനമില്ല, പാലില്ല, നാളികേരമില്ല, ബുദ്ധിയും മന്ദീഭവിക്കുന്നു. അപ്പം ഞങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലക്റ്റ്, സ്വന്തം ബുദ്ധി ഇല്ലാണ്ടാവുക. അപ്പോൾ അതും പോയി. ഭൂതയജ്ഞം. നമ്മൾ മാത്രമല്ലല്ലോ ഈ പ്രപഞ്ചത്തിൽ എല്ലാവരും പറയുന്നു അദ്വൈതം, അദ്വൈതം, അദ്വൈതം. എന്താ അദ്വൈതം? ബ്രഹ്മാവ് തൊട്ട് ഈച്ചേറുമ്പോഴും നമ്മുടെ കുടുംബക്കാരാണെന്നുള്ളതാണ് നമ്മുടെ ഋഷികൾ പഠിപ്പിച്ചത്. വസുധൈവ കുടുംബം എന്നാണ് ഭാരതീയ കൺസെപ്റ്റ്. അവിടെ ഒരിക്കലും പാർഷ്യാലിറ്റിയിൽ നമ്മൾ ചെയ്യാൻ പാടില്ല, മറ്റുള്ളവർ ചെയ്തോട്ടെ. ഇതെൻ്റെ കുടുംബമാണ്, ഈ ലോകം ഒരു കുടുംബമാണ്. അവിടെ ഈച്ചയ്ക്ക് ആഹാരം വേണം, എറുമ്പിന് ആഹാരം വേണം, പ്രാവിന് ആഹാരം വേണം, കാക്കയ്ക്ക് ആഹാരം വേണം, പശുക്കൾക്ക് ആഹാരം വേണം, എല്ലാവർക്കും എടുക്കണം. 2 കാലുള്ള മനുഷ്യനാണ് അവ കൊടുക്കേണ്ടത്, 4 കാലികൾക്ക് ഇരിക അതും ഇല്ല. ഒരു അരിവാരി അത്ര ഇടാൻ നമുക്ക് നേരമില്ല. അപ്പോൾ പഞ്ചയജ്ഞങ്ങളും മുടങ്ങി. പിന്നെ എങ്ങനെ ധാന്യം ഉണ്ടാകും, എങ്ങനെ ആരോഗ്യം ഉണ്ടാകും, എങ്ങനെ കുടുംബസൗഖ്യം ഉണ്ടാകും, എങ്ങനെ ദാമ്പത്യ വിജയം ഉണ്ടാകും, എങ്ങനെ സന്താനങ്ങൾ നന്നാകും? അപ്പോൾ ആ യജ്ഞങ്ങൾ ഈ രാമായണ മാസം ഇങ്ങോട്ട് വരുമ്പോൾ പുരുഷ സൂക്ത ഹോമം നടത്തണം. ഞാൻ ഹോതാവല്ല, താന്ത്രിയല്ല, പക്ഷേ ആർഷഭാരതത്തിൻ്റെ സംസ്കാരം വെച്ച് പഠിച്ചിട്ട് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു തന്നു ചെറിയ ഒരു ഉപാധി വെച്ചിട്ട് എനിക്ക് എൻ്റെ പ്രായത്തിൽ ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. കൊറോണ കാലത്ത് നമ്മുടെ ആശ്രമത്തിൽ നമ്മൾ പുരുഷസൂക്ത ഹോമവും ധന്വന്തിരി ഹോമവും ചെയ്യുന്നുണ്ട്. ആരുടെയും ഒന്നും വാങ്ങിയിട്ടല്ല, പക്ഷെ സാന്നിധ്യം നിങ്ങൾ ആ സറൗണ്ടിങ്സിൽ ഹോമാഗ്നിയുടെ അടുത്ത് വന്ന് ഇരിക്കാൻ നിങ്ങൾക്കൊരു ഭാഗ്യം കിട്ടിയാൽ, എന്നെ ശ്രവിക്കുന്നവർക്ക് 110% ഞാൻ പറയാം, നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകും. കാര്യം ഈ പ്രപഞ്ചത്തിൽ കിടക്കുന്ന നഷ്ടപ്പെട്ടു പോയ എല്ലാ ജീവതന്മാത്രകളെയും, ചൈതന്യമായ ജീവതന്മാത്രകളെയും നമ്മൾ മന്ത്രത്താൽ ആവാഹിക്കുക. ബ്രാഹ്മണർക്ക് മാത്രമല്ല, സൂക്തമാണ്. പുരുഷ സൂക്തം, സ്ത്രീ സൂക്തം, ഭാഗ്യസൂക്തം, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ജപിക്കാം. നിഷ്ഠയോടുകൂടി താല്പര്യം ഉണ്ടെങ്കിൽ, ഗുരുക്കന്മാരിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, ആർഷ സംസ്കാരത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ. അപ്പോൾ അതവിടെ നമ്മൾ നടത്തുന്നുണ്ട്. ഈ രാമായണ മാസ ആരംഭത്തിൽ അത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഇടുന്നത്. നഷ്ടപ്പെട്ടു പോകണ്ട, വരിക. അപ്പോൾ അത് നിർബന്ധമായിട്ട് നമ്മൾ ഈ സൂക്ത ഹോമങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. അത് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് മാറ്റം ഉണ്ടാകും, ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഉണ്ടാകും. ഇനി ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മളുടെ തെറ്റെവിടാണ്, എറർ കണ്ടുപിടിച്ച് തിരുത്തുക. അപ്പോഴേക്കും നമുക്ക് ഈ രാമായണ മാസത്തിലെ 2 കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, ദേവന്മാർക്ക് വേണ്ടിയിട്ട് കൊടുക്കുക. പിന്നെ പ്രധാനമായിട്ടും വൃദ്ധരായവരെ നമ്മൾ പരിചരിക്കുക ഈ ദിവസങ്ങളിലെല്ലാം. അപ്പം പഞ്ചയജ്ഞ പ്രധാനമായ മനുഷ്യ ഗൃഹസ്ഥ ജീവിതത്തിൽ ഇത് പുനഃസ്ഥാപിച്ച് ആര് കൊണ്ടുവരുന്നു? അല്ലാതെ രാമായണം ക്വിസ് പ്രോഗ്രാം പുരസ്കാരത്തിൻ്റെ മേളകളായിരിക്കും ഇനി ഇപ്പോഴും. അതുകൊണ്ടൊന്നും കാര്യമില്ല. ഫലം കിട്ടണമെങ്കിൽ ഇത്രയൊക്കെ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ നല്ല വ്യക്തമായിട്ട് നിങ്ങളോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നു. അപ്പോൾ ഈ ദൈവ വ്യപാശ്രയ ചികിത്സ എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി. അതായത് 5 തെറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അരി പണ്ടൊക്കെ പറയും, അരി ഇങ്ങനെ ഒരുമാതിരി കല്ലിലിട്ടല്ലേ, ആട്ടുകല്ല്, അപ്പോഴേ പ്രാണികൾ ചതയുന്നു. ചെരുപ്പിട്ട് ചവിട്ടുമ്പോൾ പ്രാണികൾ ചതയുന്നു. അല്ലാതെ നമ്മൾ ശ്വസിക്കുമ്പോൾ പ്രാണികൾ മരിച്ചു പോകുന്നു. പിന്നെ അടിച്ചു കൊല്ലുന്നു. പിന്നെ കോഴിയൊക്കെ കൊന്ന് തിന്നുന്ന പറയണ്ടല്ലോ. ഒരു ചിത്രശലഭത്തിൻ്റെ ചിറകടിയുടെ ശബ്ദം വരെ എത്രയോ 600 കിലോമീറ്ററിനപ്പുറത്ത് ഫ്രീക്വൻസി ഉണ്ടെന്നാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു കോഴി മരിക്കുമ്പോൾ എന്തായിരിക്കും? ഇതെല്ലാം നമ്മളിൽ വന്ന് ഭവിക്കും ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ വിധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിൽ വന്ന് ഭവിക്കുമ്പോഴേ അതിനൊക്കെയുള്ള ഒരു പരിഹാരം കൂടെ ആണ് നമ്മൾ ഈ ദൈവ വ്യപാശ്രയ ഈ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കുക. അതാണ് പ്രജ്ഞാനപരത. നമ്മൾ മനസ്സിലാക്കുക, ഞാനിത് തെറ്റ് ചെയ്തു പോയി. ആ മനസ്സിലാക്കുന്ന നിമിഷം തന്നെ നമ്മൾ നന്നാകും. അല്ലാതെ അത് നിരാകരിക്കാൻ പാടില്ല. ആ നിരാകരണ വസ്തു. അപ്പോൾ തീർച്ചയായിട്ടും ആശ്രമം എന്നുള്ള മട്ട് മാറിയിട്ട് കാലഗതിക്ക് അനുസരിച്ചിട്ടാണ് ഞാൻ ഈ പുരയിടം അവിടെ സാക്ഷാത് പ്രധാനമന്ത്രിക്ക് എഴുതി അത് വകഭേദം വരുത്തി RDOയും കളക്ടറെയൊക്കെ കണ്ട് കൊറോണ കാലം തൊട്ട് ശ്രമിച്ചിട്ടാണ് നമ്മൾ ഈ 5 സെൻറ്റ് ഒരു ഹാളായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദാനം ചെയ്യുകയാണ്. പൊതു സ്വത്താക്കിയിട്ടേക്കാണ് അതാണ്. അവിടെ ഈ വർഷം ഇത് ആരംഭിക്കും. ഇപ്പോഴാണ് അതിനൊരു മുഖപാത്രം വരുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. എന്തെങ്കിലും ഒന്ന്
ലോകത്തിന് ഉചിതമായതും ശാസ്ത്രീയമായതും ഞാൻ ശാസ്ത്രത്തെ വിശ്വസിക്കുന്ന ആളാണ് ചെയ്തിട്ട് പോകേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പം ആ 2 കാര്യങ്ങൾ നിങ്ങൾ വരുവാണെങ്കിൽ നമുക്കതിൽ പങ്കാളികളാണ്. പിന്നെ ഇനി ആയുർവേദം പറയുന്നത് എന്താണെന്നറിയോ? യുക്തി വ്യവാശ്രയ ചികിത്സ. ഔഷധം ഉപയോഗിച്ചു, ശരീരത്തെ പ്രധാനമായിട്ട് കണ്ടുകൊണ്ട് ഔഷധം ഉപയോഗിച്ചു. ഔഷധം ഒന്നും വേണ്ട, പിന്നെ എന്താ പറയുന്നത്, മന്ത്രം ജപിച്ച് രോഗം മാറാമെന്നൊന്നും നമ്മുടെ ആചാര്യന്മാർ പറയുന്നില്ല. കൈ കാണിച്ചിങ്ങനെ വെച്ചാൽ രോഗം മാറുന്നില്ല. യുക്തിയാണ്, യുക്തിക്കനുസരിച്ച് എന്താണ് രോഗമെന്ന് കണ്ട് അവർക്കറിയാതെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ശരീരത്തിൻ്റെയും ആരോഗ്യാവസ്ഥയാണ് ഒരാളുടെ ആരോഗ്യത്തിൻ്റെ ശരിയായ ആരോഗ്യനില എന്ന് പറയുന്നത്. മനസ്സ്, ബുദ്ധി, ശരീരം. അപ്പം ശരീരത്തിനുള്ളത് ശരീരത്തിന് കൊടുത്തു. അപ്പം മനസ്സോ, വിശ്വാസവും വിചാരത്തിൻ്റെയും അടിത്തട്ടാണ് മനസ്സെന്ന് പറയുന്ന സംഭവം. വിശ്വാസം എന്ന് പറയുന്ന ഒന്ന്, വിചാരം ബുദ്ധിയുടേത്. ഞാൻ വിശ്വസിക്കുന്നില്ലെന്ന് പറയുന്നെങ്കിലും അതിനകത്തൊരു വിശ്വാസമുണ്ട്. അപ്പം ഈ സംഭവം എങ്ങനെയെന്ന് മനസ്സിലാക്കണം. ഞാൻ ഈ ഹോമത്തെയൊക്കെ പറഞ്ഞ ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇനി അവരവരുടെ കാര്യമാണ് ഞാൻ പറയാൻ പോണത്. നമ്മുടെ ഉള്ളിലൊരു അഗ്നിയുണ്ട്, ജഡരാഗ്നി, പ്രാണാഗ്നി. ആ പ്രാണാഗ്നിക്ക് അഹിതമായിട്ട് ചെന്നാലും രോഗം വരും. അപ്പം ആ മനസ്സിനെ ആഹാരം ബാധിക്കുന്നു എന്നാണ് പറയുന്നത്. കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് കൃത്യമായി പറയുന്നുണ്ട് ആയുർവേദം ഉപനിഷത്തുകൾ. മനോമയ കോശം അത് ഡെവലപ്പായി വരുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ്. മറക്കണ്ട, ഭഗവത്ഗീത പഠിപ്പിക്കുന്നതിന് യുക്താഹാര യുക്ത വിഹാരസ്യ, യുക്തമായ ആഹാരം കഴിക്കണം, കാലാനുസൃതമായിട്ട് കഴിക്കണം. കാലേ ഹിതമിത ഭോജി എന്നാണ് അശ്വിനി ദേവന്മാരോട് വൈദ്യൻ പറഞ്ഞ മറുപടി. കാലേ ഹിതമിത ഭോജി, മിതമായ ആഹാരം. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കഴിക്കണമെന്നാണ് പറയുന്നത്, ഇഷ്ടമുള്ള ആഹാരം. അപ്പോൾ മനസ്സിനെ ബാധിച്ചിരിക്കുകയാണ്, എല്ലാവർക്കും ഡിപ്രഷനാണ്. മനസ്സ് മറ്റു പലതും കേട്ട് ഡൗണായി പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പ്രവർത്തിച്ച് പണം ഉണ്ടാക്കും, ശ്രേയസ് ഉണ്ടാക്കും, എങ്ങനെ ഉത്സാഹം വരും? ആർക്കും ഉത്സാഹമില്ല. അതായത് പ്രതീക്ഷ അറ്റ പോലെയാണ് എല്ലാവരുടെയും നടപ്പ്. അതിൻ്റെ കാരണം പ്രധാനം നമ്മുടെ ആഹാരമാണ്. നോൺ വെജ് കഴിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഴിക്കുകയോ ഒക്കെ ചെയ്താൽ ഈ ആപത്ത് പുറയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. മനസ്സിനെ ബാധിച്ചിരിക്കും. ക്രമേണ, ഉടനെ ആയിരിക്കില്ല. വായ്ക്ക് രുചിയുള്ളതൊന്നും നമ്മുടെ ശരീരത്തിന് പിടിക്കുന്നില്ലെന്ന് പണ്ട് പറയുന്നുണ്ട്. ഒരുപാട് പഴഞ്ചൊല്ല് നമുക്ക് തന്നെ ഉണ്ട്, നമ്മളത് മറന്നിരിക്കുകയാണ്. അപ്പോൾ മനസ്സിന് ഇഷ്ടമുള്ള ആഹാരം സമയത്ത് ശുദ്ധമായി കഴിക്കുക എന്നതാണ്. അപ്പോൾ മനോമയ കോശത്തിന് നല്ല ബലം വരും. മനസ്സാണ് എല്ലാത്തിൻ്റെയും കാര്യം. ഇപ്പോൾ ഈ നമ്മുടെ ഈ ആധ്യാത്മിക ശാസ്ത്രം മുഴുവൻ പഠിച്ചാൽ ബന്ധത്തിനും മോക്ഷത്തിനും കാരണം മനസ്സാണ്, എല്ലാത്തിനും കാരണം മനസ്സാണ്. ഇന്നിപ്പോൾ ഈ മോഡേൺ ഈ സൈക്കോളജിസ്റ്റുകൾ മുഴുവനും മനസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന, മനസ്സിനെ ശുദ്ധീകരിക്കുന്ന, പക്ഷേ അവർ ആഹാരകാര്യം സമ്മതിക്കുന്നില്ല. അപ്പോൾ യുക്തവിഹാരവും വേണം. ഹെവി ഫുഡ് കഴിച്ചു, അല്ലെ ഫുഡുണ്ട് അങ്ങനെ വെച്ച് ശുദ്ധമായിട്ട് കഴിച്ചു, ചിരിക്കാൻ ആളില്ല, പറയാൻ ആളില്ല, കളിക്കാൻ ആളില്ല, കമ്മ്യൂണിക്കേഷൻ ഇല്ല, ഒരു മുറിയിൽ അടച്ചിടുകയാണ് ചെയ്യുന്നത്. യാതൊരു കമ്മ്യൂണിക്കേഷനും പരസ്പരം ഇല്ലാത്ത ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, ഒരു കുടുംബത്തിൽ തന്നെ. അത് ഒരിക്കലും ശരിയാകത്തില്ല. കുടുംബങ്ങൾ നശിച്ചു പോകും, തായ് വേരറ്റു പോകും. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങളെങ്കിലും കേൾക്ക്, രാമായണ മാസക്കാലമെങ്കിലും എല്ലാവരും ഒന്നിച്ചിരുന്ന് ഔഷധക്കഞ്ഞി കുടിക്കുക, ഒന്നിച്ചിരുന്ന് രാമനാമം ജപിക്കുക, ഒന്നിച്ചിരുന്ന് കാര്യങ്ങൾ രാമകഥകൾ പറ. അത്രയ്ക്കെങ്കിലുമുള്ള ഒരു സൗഹാർദ്ദം നിങ്ങൾ ഈ പ്രഭാഷണം കേട്ടിട്ട് ചെയ്യട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആ മനസ്സിനെ സ്വാന്തനപ്പെടുത്തി പോകാനുള്ള ഉപാധികളാണ് ഈ പറഞ്ഞൊക്കെ. വിഹാരവും കൂടെ വേണം. ചിരിക്കുന്നില്ല ആരും, ചിരിക്കേയില്ല ആരും. എന്തൊക്കെയോ മോഹാലസ്യത്തിൽപ്പെട്ടിട്ട് തെറ്റായ അവരവർ സൃഷ്ടിച്ച ലോകത്ത് വിഹരിക്കുകയാണ് ചെയ്യുന്നത്. രാമായണ മാസം ഓ അന്യസ്മിൻ ലോകേ ധർമ്മവാൻ വീര്യവാൻ. ആരാണ് ധർമ്മമുള്ളവൻ? അനുജനോട് സ്നേഹം, അമ്മയോട് സ്നേഹം, ഇളയമ്മയോട് സ്നേഹം, സുഹൃത്തിനോട് സ്നേഹം. അങ്ങനെയുള്ള ഒരു പൂർണ്ണ പുരുഷനെ, അങ്ങനെയുള്ള ഒരാളിനെ കുറിച്ചുള്ള കഥകളാണ് രാമായണത്തിൽ. അത് കഥയാണ്. പക്ഷേ ആ ക്വാളിറ്റി, ഭഗവാന്റെ ക്വാളിറ്റി നമ്മളാകുന്ന ജീവനിലേക്ക്, നാമാണ് രാമന്, വന്നു ചേരുകയാണ് ഈ രാമായണം ശ്രവണം കൊണ്ട്. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യ, ആത്മവദാനം. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ സത്വാവജയമെന്നാണ് 3ാമത് ആയുർവേദം പറയുന്നത്. മനസ്സിനെ തന്നെ പ്രതിപാദിച്ച മനസ്സിൻ്റെ സാത്വഗുണം വർദ്ധിപ്പിക്കുക.
അതിനാണ് ഈ കേൾവിയും തീർത്ഥാടനമൊക്കെ തന്നെ. ജപം, തപം, ഹോമം, ദാനം. ഒന്നിലധികം വസ്ത്രങ്ങളുണ്ടെങ്കിൽ, സാമാന്യ സൗകര്യം ഉണ്ടെങ്കിൽ തണുപ്പ് മാറ്റാനായിട്ട് പാവങ്ങൾക്ക് കൊണ്ട് കൊടുക്കുക. ആഹാരം കൊടുക്കണം. 30 ദിവസം ഉണ്ടല്ലോ, രാമായണം വായിക്കുന്നതിനോടൊപ്പം തന്നെ ഇത്തിരി കഞ്ഞിയെങ്കിലും ഒത്തൊരുമിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുക. നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ആഹാരങ്ങൾ എങ്കിലും. അല്ലാതെ രാമായണം മുഴുവൻ വായിച്ച് പിള്ളേരെ കൊണ്ട് ക്വിസ് പ്രോഗ്രാം ചെയ്യിച്ച് അവിടെ കൊണ്ടുപോയി ഓരോരോ സംഘടനകളെ കൊണ്ടുപോയി പുരസ്കാരം വാങ്ങിച്ച് പിള്ളേർ വിചാരിക്കും എല്ലാം ആയി. അത് തെറ്റാണ്. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അടുത്ത തലമുറ ഇപ്പം സന്യാസിമാർ ഇറങ്ങിയിരിക്കുന്നത് എന്തിനാണ്? ഈ മയക്കുമരുന്നിനെതിരെയൊക്കെ പ്രതികരിക്കും. മൊത്തം ഇതിലാണ്, മയങ്ങിപ്പോയിരിക്കുകയാണ്. കാര്യം അവരുടെ മനസ്സിന് എന്തെങ്കിലും ബലം കിട്ടണമെന്ന് അവർക്കറിയില്ല.